ആധുനിക യുദ്ധമുറകളിൽ ആകാശത്തു നിന്നുള്ള സുരക്ഷാ ഭീഷണികൾ നേരിടുക എന്നത് ഏതൊരു രാജ്യത്തിന്റെയും പരമാധികാരവും ജനങ്ങളുടെ ജീവനും നിലനിർത്തുന്നതിൽ ഏറ്റവും നിർണായകമായ ഘടകമാണ്. കഴിഞ്ഞ ദിവസം കുവൈറ്റ് ആകാശത്ത് സംഭവിച്ചതും ഇത്തരമൊരു അതിശക്തമായ സുരക്ഷാ വെല്ലുവിളിയായിരുന്നു. പുലർച്ചെയുണ്ടായ വ്യോമാക്രമണ ശ്രമങ്ങളെ രാജ്യം അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് വിജയകരമായി നേരിട്ടെങ്കിലും അതിനുശേഷമുള്ള ഘട്ടത്തിലാണ് പൊതുജന പങ്കാളിത്തവും ഉത്തരവാദിത്ത ബോധവും ഏറ്റവും കൂടുതൽ ആവശ്യമായി വരുന്നത്. 3 ബാലിസ്റ്റിക് മിസൈലുകളും ഒരു ക്രൂയിസ് മിസൈലും 10ഓളം ശത്രു ഡ്രോണുകളും തകർത്തുകൊണ്ട് കുവൈറ്റ് സായുധ സേന തങ്ങളുടെ സൈനിക കരുത്ത് തെളിയിച്ചപ്പോൾ പ്രതിരോധ മന്ത്രാലയം ഒപ്പം പുറപ്പെടുവിച്ച കടുത്ത ജാഗ്രതാ നിർദ്ദേശങ്ങൾ വെറുമൊരു ഔദ്യോഗിക അറിയിപ്പല്ല, മറിച്ച് ദുരന്തങ്ങൾ ഒഴിവാക്കാനുള്ള മുൻകരുതലുകളാണ്. പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വക്താവ് കേണൽ സ്റ്റാഫ് സൗദ് അബ്ദുൽ അസീസ് അൽ അത്വാൻ വ്യക്തമാക്കിയതുപോലെ അതിവേഗത്തിൽ രാജ്യത്തിന്റെ വ്യോമാതിർത്തി ലക്ഷ്യമാക്കി വന്ന ഭീഷണികളെയാണ് കുവൈറ്റ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കൃത്യസമയത്ത് തിരിച്ചറിഞ്ഞ് നിർവീര്യമാക്കിയത്. എന്നാൽ ഒരു മിസൈലോ ഡ്രോണോ ആകാശത്ത് വെച്ച് തകർക്കപ്പെടുമ്പോൾ അത് പൂർണ്ണമായി ഇല്ലാതാകുന്നില്ല എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. അവയുടെ അവശിഷ്ടങ്ങളും ഭാരമേറിയ ലോഹഭാഗങ്ങളും വലിയ വേഗതയിലാണ് ഭൂമിയിലേക്ക് പതിക്കുന്നത്. കുവൈറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ അവശിഷ്ടങ്ങൾ വീഴുകയും ചില ഭൗതിക നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. നിർഭാഗ്യവശാൽ ഒരു വ്യക്തിക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് വ്യോമാക്രമണം അവസാനിച്ചാലും അപകട സാധ്യതകൾ പൂർണ്ണമായി ഒഴിവായിട്ടില്ലെന്ന് സൈന്യത്തിന്റെ ജനറൽ സ്റ്റാഫ് ജനങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. മിസൈൽ അല്ലെങ്കിൽ ഡ്രോൺ അവശിഷ്ടങ്ങൾ വീണ സ്ഥലങ്ങളിലേക്ക് ഓടിയെത്തുക എന്നത് മനുഷ്യ സഹജമായ കൗതുകത്തിന്റെ ഭാഗമാണ്. എന്നാൽ ഈ കൗതുകം വലിയ വില നൽകേണ്ടി വരുന്ന വിപത്തായി മാറിയേക്കാം. തകർന്നു വീണ മിസൈൽ ഭാഗങ്ങളിൽ പൊട്ടിത്തെറിക്കാവുന്ന ചെറിയ സ്ഫോടക വസ്തുക്കളോ മാരകമായ രാസവസ്തുക്കളോ തീപിടിക്കാൻ സാധ്യതയുള്ള ഇന്ധന അവശിഷ്ടങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതിനു പുറമെ ഡ്രോണുകളിലും മിസൈലുകളിലും ഉപയോഗിക്കുന്ന ബാറ്ററികളും ഇലക്ട്രോണിക് ഘടകങ്ങളും വായുവിൽ ദോഷകരമായ വാതങ്ങൾ കലർത്താൻ ഇടയാക്കിയേക്കാം. അതുകൊണ്ടാണ് സായുധ സേനയുടെ കരസേനാ വിഭാഗത്തിന് കീഴിലുള്ള എഞ്ചിനീയറിംഗ് കോർപ്സിന്റെ ഇൻസ്പെക്ഷൻ ആൻഡ് എക്സ്പ്ലോസീവ് ഓർഡിനൻസ് ഡിസ്പോസൽ വിഭാഗം പ്രദേശം പൂർണ്ണമായി പരിശോധിച്ച് സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തുന്നതുവരെ ആരും അങ്ങോട്ട് പോകരുതെന്ന് കർശനമായി നിർദ്ദേശിക്കുന്നത്. പൊതുജനങ്ങൾ തടിച്ചുകൂടുന്നത് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ രക്ഷാപ്രവർത്തനങ്ങളെയും പരിശോധനകളെയും പ്രതികൂലമായി ബാധിക്കും. സംശയാസ്പദമായ എന്തെങ്കിലും വസ്തുക്കൾ കണ്ടാൽ അതിൽ തൊടാതെ ഉടൻ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കുകയാണ് ഒരു ഉത്തരവാദിത്തമുള്ള പൗരൻ ചെയ്യേണ്ടത്. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ എന്ത് സംഭവമുണ്ടായാലും ഉടനടി മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തി സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നത് ഒരു ശീലമായി മാറിയിരിക്കുന്നു. എന്നാൽ യുദ്ധകാല സാഹചര്യങ്ങളിലോ സുരക്ഷാ പ്രതിസന്ധികളിലോ ഈ പ്രവണത രാജ്യത്തിന്റെ സുരക്ഷയെ തന്നെ അപകടത്തിലാക്കും. തകർന്നു വീണ മിസൈലുകളുടെയോ ഡ്രോണുകളുടെയോ ദൃശ്യങ്ങളും അവ വീണ കൃത്യമായ സ്ഥലങ്ങളും ചിത്രീകരിച്ച് പ്രദർശിപ്പിക്കുന്നതിലൂടെ ശത്രുക്കൾക്ക് തങ്ങളുടെ ആക്രമണത്തിന്റെ ഫലപ്രാപ്തിയെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭിക്കുന്നു. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള തന്ത്രപരമായ സൂചനകൾ നൽകാനും ഇത്തരം ദൃശ്യങ്ങൾ കാരണമാകും. ശത്രുക്കൾക്ക് തങ്ങളുടെ അടുത്ത നീക്കം ആസൂത്രണം ചെയ്യാൻ സഹായിക്കുന്ന വിവരങ്ങൾ നമ്മൾ തന്നെ സോഷ്യൽ മീഡിയ വഴി നൽകുന്നത് തടയാനാണ് ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് സൈന്യം ആവശ്യപ്പെടുന്നത്. ഭീതിയും ആശയക്കുഴപ്പവും പടർത്തുക എന്നത് ആധുനിക യുദ്ധതന്ത്രങ്ങളുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ്. യഥാർത്ഥ ആക്രമണത്തെക്കാൾ വേഗതയിലാണ് സോഷ്യൽ മീഡിയ വഴി വ്യാജ വാർത്തകളും അടിസ്ഥാനമില്ലാത്ത അഭ്യൂഹങ്ങളും പടരുന്നത്. ഇത് ജനങ്ങൾക്കിടയിൽ അനാവശ്യമായ പരിഭ്രാന്തി സൃഷ്ടിക്കുകയും ദൈനംദിന ജീവിതത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. ഇത്തരം സന്ദർഭങ്ങളിൽ ഔദ്യോഗിക സർക്കാർ ഏജൻസികളും പ്രതിരോധ മന്ത്രാലയവും പുറപ്പെടുവിക്കുന്ന വിവരങ്ങൾ മാത്രം വിശ്വസിക്കുകയും പങ്കുവെക്കുകയും ചെയ്യുക എന്നത് പ്രധാനമാണ്. സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ ഫോർവേഡ് ചെയ്യുന്നത് വഴി നമ്മൾ അറിയാതെ തന്നെ ശത്രുക്കളുടെ സൈക്കോളജിക്കൽ യുദ്ധതന്ത്രത്തിന്റെ ഭാഗമായി നാം മാറുകയാണ് ചെയ്യുന്നത്. കുവൈറ്റ് സായുധ സേന രാജ്യത്തിന്റെ അതിരുകളും പൗരന്മാരുടെയും പ്രവാസികളുടെയും ജീവനും സംരക്ഷിക്കാൻ സദാ സജ്ജരായി ഉയർന്ന കാര്യക്ഷമതയോടെ നിലകൊള്ളുന്നുണ്ട്. എന്നാൽ അവരുടെ ശ്രമങ്ങൾ പൂർണ്ണ വിജയത്തിലെത്തണമെങ്കിൽ ജനങ്ങളുടെ പൂർണ്ണമായ സഹകരണം അത്യന്താപേക്ഷിതമാണ്. അധികൃതർ നൽകുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുകയും പരിഭ്രാന്തരാകാതെ വിവേകത്തോടെ പ്രവർത്തിക്കുകയും ചെയ്യുക വഴി മാത്രമേ രാജ്യത്തിന് ഇത്തരം അടിയന്തര സാഹചര്യങ്ങളെ മറികടക്കാൻ സാധിക്കൂ. നിലവിലെ സാഹചര്യത്തിൽ ജാഗ്രതയും ഉത്തരവാദിത്ത ബോധവും പുലർത്തുന്നത് ഓരോരുത്തരുടെയും കടമയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.